إن الحمد لله نحمده ونستعينه ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹം, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, റബ്ബിൻ്റെ അടുക്കൽ നിന്നും നമുക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈമാൻ ശരിയാവണമെങ്കിൽ, നാം യഥാർത്ഥ മുഅ്മിനായി തീരണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതെപ്രകാരമായിരിക്കണം? നമ്മുടെ സ്വന്തത്തേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനായി തീരുകയില്ല ഏതുവരെ അവൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാൾ ഞാൻ അവന് പ്രിയപ്പെട്ട ആളായി തീരുന്നതുവരേക്കും. സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം ഇപ്രകാരമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള സ്നേഹം ഇപ്രകാരമാണ്. നമ്മുടെ സ്വന്തത്തേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാൾ. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാറ്റിനേക്കാളും നബിയെ എനിക്കങ്ങയോടാണ് സ്നേഹം, അങ്ങാണ് എനിക്ക് പ്രിയപ്പെട്ട ആൾ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഇല്ല ഉമറേ, എൻ്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഓ ഉമറേ, താങ്കളുടെ സ്വന്തത്തെക്കാളും ഞാൻ താങ്കൾക്ക് പ്രിയപ്പെട്ട ആളാവുന്നത് വരേക്കും. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇതാ ഇപ്പോൾ ഈ നിമിഷം മുതൽ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ സ്വന്തത്തെക്കാളും മറ്റുള്ള എല്ലാറ്റിനേക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറെ ഇപ്പോഴാണ് ശരിയായത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത്ത ലഹാ, അന്ത്യനാൾ എപ്പോഴാണെന്ന് നീ ചോദിച്ചല്ലോ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ സ്നേഹമല്ലാതെ എൻ്റെ അടുക്കൽ മറ്റൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എന്നാൽ താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും. ഖാല അനസ്, അനസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹ്നാ
ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. താങ്കൾ ആരെയാണോ സ്നേഹിക്കുന്നത്, താങ്കൾക്ക് ആരോടാണോ സ്നേഹം, താങ്കൾ അവരോടൊപ്പമായിരിക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോൾ നമുക്ക് അതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. വഅബാ ബക്രിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുന്നു. വഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുന്നു. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും വഇൻ ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം. അവരുടെ അത്രയൊന്നും അമലുകൾ, കർമ്മങ്ങൾ എൻ്റെ അടുക്കലില്ലെങ്കിലും അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഹുബ്ബ്, അവരോടുള്ള മഹബ്ബത്ത് കാരണത്താൽ ഞാൻ അവരോടൊപ്പമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ച് സഹാബത്തിൻ്റെ വാക്കുകളാണിത്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുഅ്മിൻ സ്നേഹിക്കാതിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള യഥാർത്ഥ ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വന്തത്തേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ആളാകുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വദേഹത്തേക്കാൾ, സ്വന്തത്തേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് നമ്മെ സ്വർഗത്തിലെത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർക്കും. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതെങ്ങനെയായിരിക്കണം? അതെങ്ങനെയായിരിക്കണം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിൻ്റെ അളവുകോൽ എന്താണ്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം? യഥാർത്ഥമാണോ? അതല്ല കാപട്യമാണോ? അതല്ല ദീനിലില്ലാത്തതാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? അതാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഇത്തിബാ ചെയ്തിരിക്കണം, അവിടുത്തെ പിൻപറ്റിയിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ ആചാരത്തിൽ, നമ്മുടെ അനുഷ്ഠാനത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ വേഷത്തിൽ, എല്ലാറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റിയിരിക്കണം. അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു. സൂറത്തു ആലി ഇംറാനിൽ നമുക്ക് കാണാം, ഖുൽ, പറയുക നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. സഹോദരങ്ങളെ, ഈ മഹത്തായ ആയത്തിൽ അല്ലാഹു നമ്മെ അറിയിച്ചത് എന്താണ്? അല്ലാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ? നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവോ? നാം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? അല്ലാഹു അത് മുഖേന നമുക്ക് പ്രതിഫലം നൽകണമോ? എങ്കിൽ ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ, അവിടുത്തെ പിൻപറ്റൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മനോഹരമായ ചില വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ മഹത്തായ ആയത്ത്, ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, അല്ലാഹുവിനോടുള്ള മഹബ്ബ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരുടെ കാര്യത്തിലുമുള്ള വിധികർത്താവാണ് ഈ ആയത്ത്. അഥവാ
അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ആരൊക്കെ പറയുന്നുവോ അവന്റെ സ്നേഹം യാഥാർത്ഥ്യമാണോ, അത് ശരിയാണോ, സത്യസന്ധമാണോ എന്ന് വിധി പറയുന്ന ആയത്താണിത്. എങ്ങനെ? വലൈസഹു അല തരീഖത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലല്ലാതെ അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഇത് റബ്ബ് എനിക്ക് പ്രതിഫലം തരും, ഈ കർമ്മത്തിന് പ്രതിഫലം തരും, എൻ്റെ സ്നേഹം സത്യസന്ധമാണ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും കാര്യത്തിലുള്ള വിധികർത്താവാണ് ഈ ആയത്ത്. ഫഇന്നഹു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലല്ലാതെ അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ, അള്ളാഹുവിനെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ ആ വാദം, അവന്റെ അവകാശവാദം അത് കളവാകുന്നു. അള്ളാഹുവിനെ അവൻ സ്നേഹിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്തല്ലാത്ത, അവിടുത്തെ മാർഗമല്ലാത്ത, പാതയല്ലാത്ത മറ്റു വല്ല പാതയും സ്വീകരിച്ചുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്നു എന്നൊരുവൻ പറയുകയാണെങ്കിൽ അവൻ കളവാണ് പറയുന്നത്. അവന്റെ ആ അവകാശവാദം കളവാകുന്നു. ഹത്താ യത്തബിഅ അശ്ശറഅൽ മുഹമ്മദിയ്യ വദ്ദീന അന്നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, അവിടുന്ന് കൊണ്ടുവന്ന ദീൻ മുഴുവൻ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും പിൻപറ്റുന്നത് വരേക്കും അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും ആ മാർഗത്തിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരുവന്റെ അവകാശവാദം കളവാകുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പറയുമ്പോൾ അവിടുത്തെ നാം പിൻപറ്റുന്നുണ്ടോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മൗലിദവാദികൾ, മൗലിദാഘോഷിക്കുന്ന ആളുകൾ അത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു, രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് എങ്കിൽ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അവരുടെ അവകാശവാദം കളവാകുന്നു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഇങ്ങനെ ഒരു നബിദിനമില്ല, ഇങ്ങനെ ഒരു മൗലിദില്ല, ഇങ്ങനെ ഒരു മങ്കൂസ് മൗലിദിന്റെ വരികളില്ല, ഇങ്ങനെ റബീഉൽ അവ്വൽ 12 വരെയുള്ള ആഘോഷങ്ങളില്ല, 12ന്റെ അന്ന് പ്രത്യേകമുള്ള ആഘോഷങ്ങളില്ല. അതുകൊണ്ട് അത്തരക്കാർ യഥാർത്ഥത്തിൽ അവകാശപ്പെടുന്നത് കളവാകുന്നു. അവർക്ക് റബ്ബിനോട് സ്നേഹമില്ല, അവരുടെ അവകാശവാദം തെറ്റാണ്, അവർക്കതിന് പ്രതിഫലം ലഭിക്കുകയുമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഓരോരുത്തരും പിൻപറ്റൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. കാരണം നാം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് അയച്ചത്. അവിടുന്ന് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, തറക്നാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ തായിറുൻ യുഖല്ലിബു ജനാഹൈഹി ഫിൽ ഹവാ ഇല്ലാ വഹുവ യുദക്കിറുനാ മിൻഹു ഇൽമാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോകുമ്പോൾ, അവിടുന്ന് വഫാത്തായി പോകുമ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷി, അതിനെക്കുറിച്ച് വല്ല ഇൽമും നമുക്ക് അറിയിച്ചു തരണം എന്നുണ്ടെങ്കിൽ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മെ വിട്ടേച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാർ ഇല്ലാ വഖദ് ബുയ്യിന ലക്കും. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഏതൊരു കാര്യമുണ്ടോ അതൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടല്ലാതെ. സഹോദരങ്ങളെ, ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിൽ ഒരു അരവാചകം പോലുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത് മൗലിദ് കഴിച്ചുകൊണ്ടാണ് എന്ന്. ഇതടിവരയിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവിടുത്തെ നാം പിൻപറ്റണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കണം, അവിടുത്തെ ആദരിക്കണം. എങ്ങനെയൊക്കെ ആദരിക്കണം? പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയം കൊണ്ട്, അഥവാ
അവിടുത്തെ സ്ഥാനം, അവിടുത്തെ മക്കാനത്ത്, അത് നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള വിശ്വാസമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലാകുന്നു, അവിടുന്ന് അഷ്റഫുൽ ഖൽഖാകുന്നു, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാകുന്നു, അവിടുന്നാണ് ലോകം കണ്ടവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ. ഇങ്ങനെയുള്ള വിശ്വാസം നമ്മുടെ ഖൽബിലുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ നാവിലുണ്ടായിരിക്കണം. അവിടുത്തെ കുറിച്ച് ഏറ്റവും നല്ല പുകഴ്ത്തലുകൾ അത് നമ്മുടെ നാവിലുണ്ടായിരിക്കണം. പുകഴ്ത്തലുകൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറയുക എന്ന പേരിൽ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതല്ല. മറിച്ച് അവിടുത്തെ കുറിച്ച് പറയാൻ ധാരാളക്കണക്കിനുണ്ട്. അവിടുത്തെ കുറിച്ച് പറയാൻ, പ്രശംസിക്കാൻ, പുകഴ്ത്താൻ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിന്റെ കിതാബുകളിലും ചരിത്രത്തിന്റെ ഏടുകളിലും. അതുപോലെ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം അവിടുത്തെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് നമ്മുടെ ശരീരം കൊണ്ടാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുധാവനം ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസം, ആചാരം, കർമ്മം, അനുഷ്ഠാനം, സ്വഭാവം എല്ലാം നമ്മുടെ മുഖത്ത്, നമ്മുടെ താടി, നമ്മുടെ വസ്ത്രം നിര്യാണിക്ക് മുകളിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെയാക്കാൻ നാം പരിശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം ഓർക്കുകയും അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യലാണ്. അവിടുത്തെ കാണാൻ ഭൂമിയിൽ, ദുനിയാവിൽ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. അവിടുത്തെ മൊഴിമുത്തുകൾ കേൾക്കാൻ മാത്രമേ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അവിടുത്തോടൊപ്പം ജീവിക്കാനും അവിടുത്തെ കാണാനും അവിടുത്തെ സംസാരം കേൾക്കുവാനും ഭാഗ്യം ലഭിച്ചവർ മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹുമാൻ. നമുക്കതിന് ഭാഗ്യം ലഭിച്ചില്ല. ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. എൻ്റെ ഉമ്മത്തിൽ എന്നോട് കഠിനമായി സ്നേഹം വെച്ച് പുലർത്തുന്ന ചില ആളുകളുണ്ട്. എനിക്ക് ശേഷം വരുന്ന ചില ആളുകൾ, അവർ അവരുടെ കുടുംബത്തേക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ എന്നെ കണ്ടുമുട്ടാൻ അവർ അതിയായി ആഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്താണ്, എനിക്ക് ശേഷം വരുന്ന ചില ആളുകളുണ്ട്, എന്നെ കണ്ടുമുട്ടാൻ അവർ ആഗ്രഹിക്കും, അതിയായ ആഗ്രഹമായിരിക്കും അവർക്ക്, എന്നോട് അതികഠിനമായ സ്നേഹമായിരിക്കും അവർക്ക്. സഹോദരങ്ങളെ, അക്കൂട്ടരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ കുടുംബത്തേക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ എല്ലാം എന്നെ കണ്ടുമുട്ടാൻ അവർ ആഗ്രഹിക്കുമെന്നാണ്. കാരണം കുടുംബവും സമ്പത്തുമെല്ലാം തീർന്നു പോകുന്നതാണ്, എല്ലാം തീർന്നു പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബ അത് അവസാനിക്കുന്നില്ല. അത് നമുക്ക് പരലോകത്ത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവിടുത്തേക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്തും സലാമും ചോദിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. അതേ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്നത് നമ്മുടെ നാവിൽ നിന്നാണ്, ഇത് കേൾക്കുന്നത് സലഫി മസ്ജിദിൽ നിന്നാണ്. എന്താണ് നിങ്ങൾ കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റാ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചെയ്യും. സഹോദരങ്ങളെ, സ്വലാത്തുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അൽഹംദുലില്ലാ. എന്നാൽ നാരിയ സ്വലാത്തില്ല, താജു സ്വലാത്തില്ല, കമാലിയ സ്വലാത്തില്ല, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ഒരൊറ്റ സ്വലാത്തും നമുക്കില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആയത്തിറക്കി, അല്ലാഹുവും അവൻ്റെ മലക്കുകളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ധാരാളക്കണക്കിന് റിവായത്തുകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്
കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരു റിവായത്താണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ധാരാളക്കണക്കിന് റിവായത്തുകൾ നമുക്ക് കാണാം. വ്യത്യസ്ത വാക്കുകൾ, വ്യത്യസ്ത വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം ചൊല്ലേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. എന്നാൽ സ്വലാത്ത് വാർഷികം നടത്തുന്ന ആളുകൾ, സ്വലാത്തിന്റെ പേരിൽ വലിയ ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ, അവർ ചൊല്ലുന്ന സ്വലാത്ത് ഇതുമായി ബന്ധമുണ്ടോ? ഇല്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, പഠിപ്പിച്ച രീതിയല്ല, പഠിപ്പിച്ച എണ്ണമല്ല, പഠിപ്പിച്ച രൂപമല്ല, പഠിപ്പിച്ച വാക്കുകളല്ല അതിലുള്ളത്. പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളതിൻ്റെ അടയാളമാണ്. ഇന്ന് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ അവിടുന്ന് പ്രത്യേകം പറഞ്ഞു. സാന്ദർഭികമായി ഉണർത്തട്ടെ, ഞാനും നിങ്ങളും മറന്നു പോകരുത്. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഏതൊക്കെ റിവായത്തുകൾ വന്നിട്ടുണ്ട് എന്നത് നാം പഠിക്കണം. കിതാബുകളിൽ നമുക്ക് കാണാം, ദിക്റിന്റെ കിതാബുകളിലുണ്ട്. സഹീഹായി വന്ന സ്വലാത്തുകൾ കാണാതെ പഠിച്ചത് ചൊല്ലണം സഹോദരങ്ങളെ. ഇത് പറയുന്നത് സലഫി മസ്ജിദിലെ മെമ്പറിൽ നിന്നാണ്, അത്ഭുതപ്പെടേണ്ടതില്ല. സ്വലാത്തുണ്ട്, ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സ്വലാത്തുണ്ട്. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവിടുന്ന് സ്നേഹിച്ചതിനെ, അവിടുന്ന് ഇഷ്ടപ്പെട്ടതിനെ, അവിടുന്ന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ, വാക്കുകളെ, ദിക്റുകളെയെല്ലാം നാം സ്നേഹിക്കുക. അവിടുന്ന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നാം ഇഷ്ടപ്പെടുക. അവിടുന്ന് ആരോടൊക്കെ സ്നേഹം പറഞ്ഞുവോ അവരെ നാം സ്നേഹിക്കുക. അവിടുന്ന് എന്തൊക്കെ വെറുത്തുവോ അത് നാമും വെറുക്കുക. അവിടുത്തേക്ക് ഇഷ്ടമല്ലാത്തത് നമുക്കും വേണ്ട സഹോദരങ്ങളെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ഉടമകളാക്കി നമ്മെ മാറ്റുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു യഗ്ഫിർ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളത്തിൽപ്പെട്ട ആറാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അതിരുകവിയാനോ പരിധി വിടാനോ അവിടുത്തെ അതിരുവിട്ട് പുകഴ്ത്തുവാനോ നമുക്ക് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലാ തർഫഊനി ഫൗഖ ഖദ്രി, എൻ്റെ സ്ഥാനത്തേക്കാൾ നിങ്ങൾ എന്നെ ഉയർത്തരുത്. ഫഇന്നല്ലാഹ ഇത്തഖദനി അബ്ദൻ ഖബ്ല അൻ യത്തഖദനി നബിയ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നബിയാക്കുന്നതിന് മുന്നേ അല്ലാഹുവിൻ്റെ അടിമയാക്കിയിരിക്കുന്നു. അഥവാ ഞാൻ അടിമയും അല്ലാഹുവിൻ്റെ പ്രവാചകനുമാണ് എന്ന് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ സ്ഥാനത്തേക്കാൾ അവിടുത്തെ ഉയർത്തരുത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിരുവിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, പ്രശംസിക്കരുത്. ഫഇന്നമാ അന അബ്ദുഹു, കാരണം ഞാൻ അല്ലാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിധി വിട്ട് പുകഴ്ത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ പല മാല കിതാബുകളുമുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മിൽ പലരും അത് വലിച്ചെറിഞ്ഞ് കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയവരാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അതിലായിക്കൊണ്ട് ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ.
സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന വരികൾ, മദ്ഹ് പറയുന്നു എന്ന് പറഞ്ഞ് പാടുന്ന വരികളിൽ എന്താണുള്ളത്? ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കേൾക്കുമ്പോൾ അറബിയിലുള്ള നല്ല കവിത. എന്താണ് ഇതിൻ്റെ അർത്ഥം? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ധാരാളക്കണക്കിന് തെറ്റുകൾ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങയോടാണ് എനിക്ക് പറയാനുള്ളത്, ആവലാതി ബോധിപ്പിക്കാനുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഇത് മദ്ഹാണോ? ഇത് മദ്ഹാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ എന്താണ് പറഞ്ഞത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ പോലെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ, എൻ്റെ പ്രയാസങ്ങൾ പറയാൻ, എൻ്റെ ദുഃഖങ്ങൾ പറയാൻ, എൻ്റെ വേവലാതികൾ ഇറക്കി വെക്കാൻ? അല്ലാഹു അല്ലാതെ എനിക്കാരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പാപമോചനം തേടിയിരുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ദിനേന 70-ൽ പരം 100 അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പഠിപ്പിച്ച റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മദ്ഹ് എന്ന പേരിൽ പറയുന്നു, പാടുന്നു, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്. എണ്ണവും കണക്കുമില്ലാതെ അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഇത് മദ്ഹാണോ സഹോദരങ്ങളെ? തീർന്നില്ല. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻ ളാഅ സയ്യിദി ഖൈറൻ നബി. നാളെ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങൊന്ന് നമുക്ക് ശഫാഅത്ത് നൽകണേ, ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥനയല്ലേ സഹോദരങ്ങളെ? ശഫാഅത്തിനെ ചോദിക്കേണ്ടത് ആരോടാണ്? ആരോടാണ് ചോദിക്കേണ്ടത്? അല്ലാഹുവിനോടല്ലേ? തീർന്നില്ല. യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി അദ്ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വദ്ദുൽമി വദ്ദുഅഫി ശദീദി ഫഅസ്ഇദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നേതാക്കന്മാരിൽ നേതാവായ അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. എൻ്റെ ഉദ്ദേശത്തെ അങ്ങ് തട്ടിക്കളയല്ലേ, അങ്ങ് നിരാകരിച്ച് കളയല്ലേ. എനിക്ക് ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട്, അങ്ങൊന്നിനതറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതറിയാം എന്ന് പറയുകയാണ്. അതിക്രമം ബാധിച്ചിട്ടുണ്ട്, ദുർബലത ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങയോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങൊന്നിതെല്ലാം അറിയുന്നു. ഇത് മദ്ഹാണോ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെക്കുറിച്ച് അറിയുന്നു, നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു, നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കുന്നു, കാണുന്നു എന്ന് വിശ്വസിക്കൽ ഏത് ഇസ്ലാമാണ്? ഏത് ഇസ്ലാമാണ്? ഇതിൻ്റെ തലതൊട്ടപ്പനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ചത്. 2 വിഭാഗക്കാർ, മുജാഹിദുകളും ജമാഅത്തുകാരും മുസ്ലിമീങ്ങളല്ല എന്ന്. ശരിയാണ്. നിങ്ങൾ ഈ പറയുന്ന, ഈ പാടുന്ന വരികൾ ഇത് വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും ഉണ്ടായിരിക്കെ നിങ്ങൾ പറയുന്ന ദീനിൽ ഞങ്ങളില്ല. ശരിയാണ്. ഞങ്ങളുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലാണ്. ആ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥനയില്ല, അവിടുത്തോട് പാപമോചന തേട്ടമില്ല, അവിടുത്തെ മുന്നിൽ പ്രയാസങ്ങൾ ഇറക്കി വെക്കലില്ല. മറിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥന, അല്ലാഹുവിനോട് മാത്രം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു, പറയുക നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. പ്രാർത്ഥനകൾ മുഴുവനും റബ്ബിനോട്. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, വിളിച്ചു തേടിയാൽ അവന്റെ പ്രയാസം നീക്കാൻ ആരുണ്ട്? അല്ലാഹു അല്ലാത്തവർക്ക് വല്ല ഇലാഹുകളുണ്ടോ എന്ന് ചോദിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്.
ഇതല്ലാത്ത രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞ വരികൾ പാടി പറയുന്ന ആളുകൾ, അവരുടെ സ്നേഹം അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ കളവാണ്, കാപട്യമാണ്. അത് യഥാർത്ഥ സ്നേഹമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാൻ, അത് പിൻപറ്റുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ ശർറിൽ നിന്നും അല്ലാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.